ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ സർവ നന്മകളും നേരുന്നു. പ്രാർത്ഥനയോടുകൂടെ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതീക്ഷയുടെ അനുഭവമാണ്. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് താണിറങ്ങി വന്ന യേശു കർത്താവിൻ്റെ പുതിയ തുടക്കമാണ്. ഈ പുതിയ തുടക്കം എന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഏത് ജനത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഒരു പുതിയ ആരംഭമാണ്. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം ലോകത്തിനേകിയ ആനന്ദമാണ് ക്രിസ്തുമസിൻ്റെ ഒരു വലിയ അന്തസത്ത. അന്ധകാരത്തിൻ്റെ മേൽ വെളിച്ചത്തിൻ്റെ വിജയം. ഇന്നലെയെക്കുറിച്ചും നാളെയെക്കുറിച്ചും വ്യക്തമായ ബോധമറ്റവരുടെ മനസ്സിൽ ദീപ്തമായ സുബോധം പകരുന്ന ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ്. സ്വന്തം സുഖമെന്ന ഇത്തിരി വെട്ടത്തിനുള്ളിൽ ജീവിക്കുന്നവർക്ക് എളിമയുടെയും ശാന്തിയുടെയും അനുതാപത്തിൻ്റെയും സൗന്ദര്യത്തിലൂടെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഹ്വാനം. അന്ധതയുടെയും സുഖലോലുപതയുടെയും നടുവിൽ ജീവിക്കുന്നവർക്ക് ജീവിത ദർശനത്തിൻ്റെ ഒരു പുതിയ പൊൻകിരണങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ് ക്രിസ്തുമസ്. ആനന്ദത്തിൻ്റെ സാധ്യതകൾ മെച്ചപ്പെടാനുള്ള മാർഗങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന ഒരവസരമാണ് ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഉദയവും, അല്ലെങ്കിൽ ക്രിസ്തുമസിൻ്റെ ഒരു പുതിയ ഉദയം എന്ന് പറയുന്നത്. ക്രിസ്തുമസ് വേറിട്ട വഴികളിലൂടെ ഒരു ജീവിത നവചൈതന്യത്തിൻ്റെ ആരംഭമാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കാണുകയാണ്. പ്രിയമുള്ളവരെ, പുൽത്തൊട്ടിയിലെ പ്രതിഭ എന്നാണ് ഞാൻ ഈ ക്രിസ്തു ജനനത്തെ ഒരു തലക്കെട്ടായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പുൽത്തൊട്ടിയിലെ പ്രതിഭ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയുടെ, നിസ്സഹായതയുടെ, ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത. പുൽത്തൊട്ടി എന്നൊക്കെയും കേൾക്കുമ്പോൾ യജമാനനല്ലാതെ വേറെ ആരും അവിടെ എത്താൻ സാധ്യതയില്ലാത്ത ഒരു ഇടമാണ്, ഒരു പ്രതീക്ഷയില്ലാത്ത ഇടമാണ്, പരിമിതിയുടെ ഇടമാണ്, അവസരങ്ങളില്ലാത്ത ഇടമാണ്, ഉയർച്ചയില്ലാത്ത ഇടമാണ് ഈ പുൽത്തൊട്ടി എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു സാധ്യതയും കണ്ടെത്താൻ കഴിയാത്ത ഇടത്താണ് ഈ പുൽത്തൊട്ടിയിൽ ലോകരക്ഷിതാവായ യേശു ജന്മം കൊള്ളുന്നത്. അമേരിക്കയിലെ ഒരു പട്ടണത്തിൽ 1965 നടന്ന ഒരു കലാപത്തിൻ്റെ 3 ടണ്ണോളം അവശിഷ്ടങ്ങൾ ശേഖരിച്ച് ഒരു കലാകാരൻ കൂട്ടിയിണക്കൽ ജോലി ആരംഭിച്ചു. തകർന്ന സൈക്കിൾ ചക്രങ്ങളും പന്തുകളും ഉപേക്ഷിക്കപ്പെട്ട ടയറുകളും കേടായ TV സെറ്റുകളും ഇനിമേൽ ഉപയോഗമല്ലാത്തവ ഉപയോഗിച്ച അദ്ദേഹവും കൂട്ടാളിയും ചേർന്ന് ശില്പങ്ങൾ നിർമ്മിച്ചു. ആധുനിക സമൂഹത്തിൽ ആളുകളെ കേവലം ഉപയോഗശൂന്യരായി കണക്കാക്കുന്ന പ്രവണതയെപ്പറ്റി ശക്തമായ സന്ദേശം നൽകുന്ന ശില്പങ്ങളായിരുന്നു അവ. ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ കുപ്പത്തൊട്ടിയിലെ പ്രതിഭ എന്നാണ് വിളിച്ചത്. യേശു കർത്താവ് പുൽത്തൊട്ടിയിലെ പ്രതിഭയാണ്. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് താണിറങ്ങി വന്ന ഒരു ശിശുവിൻ്റെ ഉദയം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു പുതിയ ആരംഭമാണ്. വേദനയിൽ നിന്നും, പാപാന്ധകാരത്തിൽ നിന്നും, മുറിവുകളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, കഷ്ടത്തിൽ നിന്നും, ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നതാണ് ഈ പുൽത്തൊട്ടി. നമ്മുടെ കണ്ണുനീരൊപ്പുന്നതാണ് ഈ പുൽത്തൊട്ടി. വേദനകൾ മാറ്റുന്നതാണ് ഈ പുൽത്തൊട്ടി. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടുന്നതായ ത്യാഗനിർഭരമായ സാക്ഷ്യം ഉയർത്തുന്നതാണ് ഈ പുൽത്തൊട്ടി. സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ, സഹനത്തിൻ്റെ, ക്ഷമയുടെ, കാരുണ്യത്തിൻ്റെ, ഒന്നുമില്ലാത്ത അനുഭവത്തിലും തൃപ്തിപ്പെടുത്ത ജീവിതത്തെ ഇന്ന് കാണുന്ന അനുഭവത്തിൽ നമുക്ക് എന്തുണ്ടോ അതുമായി പൊരുത്തപ്പെടാനുള്ള ഒരു വലിയ മനോഭാവമാണ് പുൽത്തൊഴുത്ത് നമുക്ക് കാട്ടിത്തരുന്ന ഒരു വലിയ ദർശനം എന്ന് പറയുന്നത്. ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രകാരനായ ജോസിഫസ് പറയുന്നത് സിറിയയിലെ ഗവർണറായിരുന്ന കുറേന്യൂസിന്റെ നേതൃത്വത്തിൽ
ഒരു സെൻസസിനെ കുറിച്ച് പറയുന്നു. അത് നടക്കുന്നത് അർക്കലയോസ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും പാലസ്തീൻ നേരിട്ട് റോമയുടെ കീഴിൽ വന്നു ചേരുകയും ചെയ്തപ്പോഴാണ്. പക്ഷെ ഇസ്രായേൽ ജനത ഈ നടപടിക്കെതിരെ ഒരു കടുത്ത അമർഷം പ്രകടിപ്പിച്ചു. എരിവുകാരുടെ വിപ്ലവം ഉണ്ടാകുന്നതിന് ഇത് കാരണമായി. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചില ചിന്തകൾ അവിടെ പങ്കിടുകയാണ്. ഇത് നടക്കുന്നത് AD 6-7 കാലഘട്ടത്തിലാണെന്നാണ് നിഗമനം. AD 6 വരെ പാലസ്തീൻ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ ഈ വചനവുമായി ബോധ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുമ്പോൾ 5-ാമത്തെ വാക്യം, അതായത് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ. ഇവിടെ ഒരുപാട് വഴിയമ്പലങ്ങൾ, ഒരുപാട് സത്രങ്ങൾ, ഒരുപാട് വീടുകൾ ഉള്ളൊരു ഇടമാണ്. അപ്പോൾ അവിടെ ഒന്നും സ്ഥലം ഇല്ല എന്ന് പറയുമ്പോൾ പലരും വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരനുഭവമാണ്. ഇന്നും ക്രിസ്തുവിൻ്റെ ശബ്ദത്തിന്, വചനങ്ങൾക്ക്, പ്രവൃത്തികൾക്ക് സ്വന്തം ഹൃദയത്തെ കൊട്ടിയടയ്ക്കുന്ന അനുഭവമുണ്ട്. കേട്ടിട്ടും കേൾക്കാതിരിക്കുന്ന അനുഭവമുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ ജനിക്കുവാൻ പോലും അവസരം കൊടുക്കാത്തവരുണ്ട്. അന്ന് ഒരുപാട് ധനാഢ്യന്മാരുണ്ട്, വലിയ വലിയ മാളികകൾ കെട്ടി ഉയർത്തിയവരുണ്ട്, നല്ല ഭവനങ്ങളിൽ താമസിക്കുന്നവരുണ്ട്, സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും വളരെ നന്നായി ജീവിക്കുന്നവരുണ്ടായിരുന്നു. മറിയയ്ക്കും യോസേഫിനും ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പോലും ഒരു സ്ഥലവും ആരും കൊടുക്കുന്നില്ല, തുറന്നു കൊടുക്കുന്നില്ല. വാതിലുകളൊക്കെയും കൊട്ടിയടയ്ക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ആരൊക്കെയോ ചില ഭയപ്പാടുകൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് ഇനിപ്പോൾ എൻ്റെ ഭവനത്തിൽ ഈ കുഞ്ഞിന് ഇടം കൊടുക്കേണ്ട കാര്യമില്ല, എൻ്റെ ഭവനത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ വിളിച്ചു കയറ്റേണ്ട കാര്യമില്ല എന്നുള്ള തോന്നലുകളായിരിക്കാം. ചിലരൊക്കെയും ചിന്തിക്കുന്നത് എൻ്റെ സ്വത്തുള്ളവനാണ്, അംഗീകാരമുള്ളവനാണ്, പദവികളുള്ളവനാണ്, ഇനിയിപ്പോൾ ഇപ്രകാരമുള്ള ഒരു വ്യക്തിയെ ഭവനത്തിൽ സ്വീകരിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ യേശുവിന് ജനിക്കുവാൻ ഒരിടവുമില്ലാതെ, ഇടമുണ്ടായിട്ടും ഇടം കൊടുക്കാതെ പലരും വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണ്. വചനത്തിലൂടെ തന്നെ പറയുന്നുണ്ട്, മനുഷ്യപുത്രനോ പാർക്കുവാൻ തലചായ്ക്കുവാൻ ഇടമില്ല. അപ്പോൾ അങ്ങനെ തലചായ്ക്കുവാൻ ഇടമില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പലരുടെയും, പല സമ്പന്നരുടെയും കണ്ണുകൾ അന്ധമായി പോകുന്നൊരു കാലഘട്ടം. നന്മയെ തിരിച്ചറിയാൻ പോലും കഴിയാതെ പോകുന്നൊരു കാലഘട്ടം. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരെന്ന് അറിയാൻ പോലും കാഴ്ചകൾ മങ്ങിപ്പോയവരുടെ മുമ്പിൽ അവർ എല്ലാവരും ഒരുപോലെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. അവർക്ക് സ്ഥലം ഇല്ലായകയാണ്. അപ്പോൾ സ്ഥലം ഉണ്ടായിട്ടും സ്ഥലം കൊടുക്കാത്തവർ അങ്ങനെ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഹൃദയത്തിൽ നമുക്ക് സ്ഥലം കൊടുക്കാം, പക്ഷേ ചില ജഡീക താല്പര്യങ്ങളും ഇച്ഛകളും ഒക്കെയും ദൈവികമായ മർമ്മങ്ങളെയും സത്യങ്ങളെയും ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ സാത്താൻ നമ്മുടെ ഹൃദയത്തെ കാഠിന്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പല ലോക ഇൻപങ്ങളെ കൊണ്ട് നിറയ്ക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ. ദൈവത്തിന് വസിക്കുവാൻ പോലും, ജനിക്കുവാൻ പോലും ഒരിടമില്ലാതെ നമ്മുടെ ഹൃദയം ഇല്ലാതായി ശൂന്യമായി കിടക്കുകയാണ്, തരിശായി കിടക്കുകയാണ്. മുള്ളും പറക്കാരിയൊക്കെ പിടിച്ച് കിളയലൊന്നുമില്ലാതെ നമ്മുടെ ഹൃദയം ഇങ്ങനെ തരിശായി കിടക്കുകയാണ്. അപ്പോൾ ലോകപരമായിട്ട് പല വിളവുകളും അതിനകത്ത് വിളയുമായിരിക്കാം, പക്ഷെ ആത്മീകമായിട്ടുള്ള വിളവുകൾ അതിനുള്ളിൽ വിളയാൻ സാധ്യതയില്ലാത്ത നിലങ്ങളായി, ഹൃദയ നിലങ്ങളായിട്ട് മനുഷ്യൻ അത്രയും കാഠിന്യമുള്ള ഹൃദയമായിട്ട് മാറുകയാണ്. ഇന്ന് വചനത്തിന് സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ല, ഹൃദയത്തിൽ പാകാൻ കഴിയുന്നില്ല. പക്ഷെ മറ്റ് ലൗകികമായ പല കാര്യങ്ങൾക്കും ഇടം കൊടുക്കുവാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ പാപത്തിലേക്ക് നിബന്ധിക്കുകയാണ്. കർത്താവിന് ജനിക്കുവാൻ ഇടം കൊടുക്കാതെ ജീവിതത്തെ കൊട്ടിയടയ്ക്കുമ്പോൾ പാപത്തിന് ഇടം കൊടുക്കുകയാണ്, പാപം കയറുകയാണ്. ഒരു ഭാഗത്ത് ക്രിസ്തുവിന് പ്രവേശിക്കുവാൻ കഴിയാതെ, ജനിക്കുവാൻ കഴിയാതെ നാം അടയ്ക്കപ്പെടുമ്പോൾ മറുവാതിലിലൂടെ പാപത്തിന് പ്രവേശിക്കുവാൻ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ സ്ഥലമുണ്ടായിട്ടും ദൈവത്തിനോ ദൈവവചനത്തിനോ പ്രാർത്ഥനകൾക്കോ ആരാധനകൾക്കോ ആരും ഹൃദയത്തിൻ്റെ വാതിലുകൾ വിശാലമാക്കുന്നില്ല, ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നില്ല. ഇന്നും ഈ കാലഘട്ടത്തിലും ജീവിതത്തെ അടച്ചുപിടിക്കുവാൻ ശ്രമിക്കുന്നവരാണ്, ഹൃദയത്തെയും
ജീവിതത്തെയും അടച്ചുപിടിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ. അപ്പോൾ വാതിൽ തുറക്കുമ്പോഴാണ് ഉള്ളിൽ കർത്താവിന് പ്രവേശിക്കാൻ കഴിയുന്നത്. ഒരു ചിത്രകാരൻ യേശു ഇങ്ങനെ ഒരു വാതിൽ വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം വരച്ചു. അപ്പോൾ ചിത്രം വരച്ച ശേഷം എല്ലാവരെയും കാണിച്ചു, വളരെ കൊള്ളാം, നന്ന് എന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഈ വാതിലിന് പുറമേ ഒരു പിടിയില്ല, അകമയാണ് ഈ വാതിലിന്റെ കൈപ്പിടി, പുറമേ പിടിയില്ല. സാധാരണ നമ്മുടെ വാതിലുകൾക്കെല്ലാം പുറമേയും സ്ഥാപിക്കാറുണ്ട്, അകമേയും കൈപ്പിടി സ്ഥാപിക്കാറുണ്ട്. പക്ഷെ ഈ വാതിലിന് അകമയാണ് കൈപ്പിടിയുള്ളത്. അപ്പൊ അതെന്താണ് അങ്ങനെ വരച്ചിരിക്കുന്നത് എന്ന് ചിത്രകാരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് പുറമേ നിന്ന് തുറന്നു കയറാനല്ല ആഗ്രഹിക്കുന്നത്, അകമേ തുറക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് യേശു പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അകമേ തുറക്കുന്ന ഡോറിന് പുറമേയുള്ള കൈപ്പിടിക്ക് യാതൊരു പ്രസക്തിയുമില്ല, സ്വയം തുറക്കുന്ന വാതിലാണ്. അപ്പോൾ ആ വാതിലിന് അകത്തുള്ള പിടിക്കാണ് പ്രാധാന്യം. അത് തുറക്കുന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കർത്താവ് തള്ളി തുറന്ന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നവനല്ല, നമ്മുടെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ഉള്ളിൽ പ്രവേശിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ജനിക്കുവാനായിട്ട് ഒരു വാതിൽ സ്വയം തുറന്നു വെക്കേണ്ടതേറെ അനിവാര്യമായിരിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടി എന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല. പക്ഷെ ഇവിടെ ഒരു ചിന്തയുണ്ട്, ഏതിനോടും താതാത്മ്യപ്പെടാനുള്ളൊരു മനോഭാവം, ഉള്ളതുപോലെ. അത് പശുത്തൊട്ടിയെങ്കിൽ പശുത്തൊട്ടി, അവിടെയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനോഭാവം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നുണ്ടോ? നമ്മളെന്നും പരാതിയും പരിഭവങ്ങളുമായി അങ്ങനെ വേറിട്ടൊരു മനോഭാവത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇന്നുള്ളതിനോടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ചെറിയ പാർപ്പിടമാണുള്ളത്, അതിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത് വിശാലമാക്കാൻ ശ്രമിക്കുന്നു. വസ്ത്രത്തോടായാലും ആഹാരത്തോടായാലും സമ്പത്തിനോടായാലും ഒന്നിനോടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് ഇനിയും വേണം. അതിനുവേണ്ടി നമ്മൾ കൂടുതലൊക്കെ കഠിനാധ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരുണ്ട്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാതെ പലതിനോടും വൈകാരികമായ ബന്ധം പുലർത്തി പല മാർഗങ്ങൾ സ്വീകരിച്ച് പലതിനെയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തുണ്ട്. പക്ഷെ ഇവിടെ ഈ പശുത്തൊട്ടിയിൽ കിടത്തി ഉള്ളതിനോട്, ആ പശുത്തൊട്ടിയെങ്കിൽ അത് മതി, അല്പം വസ്ത്രമെങ്കിൽ അത് മതി, അല്പം ആഹാരമെങ്കിൽ അത് മതി, ചോർന്നൊലിക്കാത്ത ഭവനമെങ്കിൽ അത് മതി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചെറുതാണെങ്കിൽ അത് മതി, ഉള്ളതിനോട് താതാത്മ്യപ്പെടാനുള്ളൊരു മനോഭാവം. അപ്പൊ ഇല്ലാത്തതിനെ പല മാർഗങ്ങൾ ഉപയോഗിച്ച് വർദ്ധിപ്പിച്ചു വിപുലമാക്കി ഒടുവിൽ വലിയൊരു ഭാരത്തിലേക്കും അപകടത്തിലേക്കും നാശത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണ്. പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ എത്ര പേർക്ക് കഴിയാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു മനുഷ്യന് അവന് ഒരുപാട് സ്വത്തുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അവനൊന്നിനോട് തൃപ്തിയല്ല. അപ്പോൾ രാജാവിനോട് വന്ന് അവൻ പരാതി പറയുകയാണ്, എനിക്ക് ഇന്നുള്ളതിനോടൊന്നും തൃപ്തിയില്ല, എനിക്ക് കുറച്ചുകൂടെ വേണം. അപ്പോൾ രാജാവ് പറയുകയാണ്, ശരി, നീ അതിരാവിലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുക. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ, ഈ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീ ഓടാനോ നടക്കാനോ ഒക്കെ നിനക്ക് അവസരമുണ്ട്. ഓടിപ്പോകാം, നടന്നു പോകാം, അതുവരെ ഉള്ളത് നിനക്ക് സ്വന്തം. അവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവൻ നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങി. പലരും ചോദിച്ചു, നീ അതിരാവിലെ എവിടെയാണ് പോകുന്നത്? എനിക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് സംസാരിക്കാൻ സമയമില്ല. സാധാരണ അതിരാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കുന്നവരാണ് സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന്. അപ്പോൾ സുഹൃത്തുക്കൾ കണ്ടിട്ട് ചോദിച്ചു, നീ പ്രഭാതത്തിൽ എവിടെയാണ് ഓടുന്നത്? ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഇല്ല, എനിക്ക് ഒട്ടും സമയമില്ല, ഞാനിങ്ങനെ വലിയ ഓട്ടത്തിലാണ്. അവൻ ഓടി 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 അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതിന് ഓടി അവൻ തളർന്നു വിഷണ്ണനായി അവിടെ വീണ് മരിക്കുകയാണ്. അവന് ഒടുവിൽ ലഭിക്കുന്നത് 6 അടി മണ്ണാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഉള്ളതിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. ഇവിടെ ഒരു കാലിത്തൊഴുത്താണ്, കാലിത്തൊഴുത്തെങ്കിൽ അത് മതി. ഇന്ന് നമ്മൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ തേടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആശുപത്രികളുടെ സൗകര്യങ്ങൾ നോക്കും, അവിടുത്തെ ഫെസിലിറ്റി നോക്കും, യാതൊരു കുറവും ഉണ്ടാകരുത്. പക്ഷെ ഇവിടെ കുറവുകളുടെ മധ്യത്തിലേക്ക് ജനിക്കുകയാണ്, ശൂന്യതയുടെ മധ്യത്തിലേക്ക് ജനിക്കുകയാണ്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദാരിദ്ര്യത്തിൽ ഇരിക്കാൻ പഠിച്ചിട്ടുണ്ട്, സമൃദ്ധിയിലിരിക്കാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാ ശൂന്യനായിരിക്കാൻ പഠിച്ചിട്ടുണ്ട്,
എല്ലാ തലത്തിലും ഞാൻ ജീവിക്കാൻ പഠിച്ചവനാണ്. ഇന്ന് സമ്പത്തുണ്ടെങ്കിൽ സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം, ദാരിദ്ര്യത്തിൽ കിടക്കാൻ എനിക്കറിയാം, പട്ടിണി കിടക്കാൻ എനിക്കറിയാം, ഏത് അവസ്ഥയോട് താതാത്മ്യപ്പെട്ട് ജീവിക്കുവാൻ എനിക്കറിയാം. ഉള്ളതിനോട് നമ്മൾ താതാത്മ്യപ്പെടുക. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, യേശുവിന്റെ ജനനം ആദ്യമായി കാണാനും അനുഭവിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കാണ്, തള്ളിക്കളഞ്ഞവർക്കാണ്, ആട്ടിടയന്മാർ. നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ ഒരുപാട് ദാവീദ് ഒരു ആട്ടിടയനാണ്, യാക്കോബ് ഒരു ആട്ടിടയനാണ്, യോസേഫ് ഒരു ആട്ടിടയനാണ്, ആമോസ് ഒരു ആട്ടിടയനാണ്. അതിരാവിലെ ഇറങ്ങുന്നു, ആടുകൾ മേയ്ക്കുന്നു, വൈകുന്നേരം അവർ ഭവനത്തിൽ അണയുന്നു, അവരുടെ കൊച്ചു കൊച്ചു കുടിലുകളിൽ അണയുന്നു. അവർക്ക് മറ്റു കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ശാസ്ത്രലോകത്തിന്റെ ചേഞ്ചസ് അല്ലെങ്കിൽ മറ്റുള്ള മാറ്റങ്ങളൊന്നും അവർക്ക് അറിയാൻ കഴിയുന്നില്ല, അതിനുള്ള ഫെസിലിറ്റി ഒന്നും അവർക്കില്ല. അവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ആട് മേയ്ക്കുക, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി ചെയ്യുക. ആട്ടിടയന്മാരെന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു താഴ്ന്ന നിലവാരത്തിലുള്ളവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അന്യവൽക്കരിക്കപ്പെട്ടവർ, മണിമാളികകളും സൗധങ്ങളും പടുത്തുയർത്തി ജീവിക്കുന്നവർ, തിരിച്ചറിയാതെ പോകുന്നവർ, അംഗീകാരം നഷ്ടപ്പെട്ടവർ. അപ്പോൾ അവർക്കാണ് ഈ യേശുവിന്റെ ജനനത്തെ ആദ്യമായി കാണാനുള്ള അവസരം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്, തള്ളിക്കളയപ്പെട്ടവരുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിക്കുന്നവരുണ്ട്, നിസ്സഹായവരുണ്ട്, ദരിദ്രരുണ്ട്, ആലംബഹീനരുണ്ട്, വിധവകളുണ്ട്. ഒരുപാട് നിസ്സഹായവരുടെ വസിക്കുന്ന ഒരു സമൂഹത്താണ് നാം ജീവിക്കുന്നത്. രാജാവ് സദ്യയൊക്കെ ഒരുക്കി ആളുകളെ ക്ഷണിക്കുമ്പോൾ പലരും ഒഴിവുകഴിവുകൾക്കേ പറഞ്ഞ് മാറുകയാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് ഇന്നതുണ്ട്, ഇന്ന കാര്യമുണ്ട്. പക്ഷേ അവിടെ വന്നു ചേരപ്പെടുന്നത് അവരെ നമ്മളൊന്ന് ഓർക്കണം. അംഗഹീനരാണ്, മുടന്തരാണ്, ആരും ആശ്രയമില്ലാത്തവരാണ്, ആശ്രയമറ്റവരാണ്, ആരും കൈക്കൊള്ളാത്തവരാണ്, സ്നേഹിക്കപ്പെടാത്തവരാണ്. ഈ വലിയ മാളികയിൽ വന്നു ചേർന്ന് ഈ പന്തിഭോജനശാലയിൽ രാജാവ് ഒരുക്കിയ അത്താഴം കൈക്കൊള്ളുവാനായിട്ട് പന്തിഭോജനശാലയിൽ എത്തിയത്. പ്രിയമുള്ളവരെ, ഒരുപാട് വഴിയമ്പലക്കാരും സമ്പന്നന്മാരും ഉണ്ടായിരുന്നു, അവർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളയുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും നാം ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് യേശുവിനെ കാണാനും അറിയാനും ദൈവം ഒരുക്കുന്ന പല വിഭവങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളത് അതിദാഹത്തോടിരിക്കുന്നവരാണ്, വേദനയോടിരിക്കുന്നവരാണ്. അപ്പോൾ വേദനയിലിരിക്കുന്നവരെ കാണുന്നവരാണ് നമ്മുടെ ദൈവം. നിങ്ങൾ ചെറിയവർക്ക് ചെയ്യുന്നത് എനിക്കാവുന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ അഗതിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ട്. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു എന്നുള്ള ദർശനങ്ങളൊക്കെ ഈ വേദപുസ്തകം നൽകുമ്പോൾ അവിടെ ആരിലാണോ നന്മയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത്, ആരിലേക്കാണോ നിസ്സഹായരിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്, അവിടെ നാം ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ്. ആ നല്ല ശമരിയക്കാരനുമായുള്ള ജീവിത പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ, മുറിവേറ്റ് കിടന്നവന്റെ അടുക്കൽ ഒരു പുരോഹിതൻ വന്നു. അവൻ പോകുന്നത് ദൈവാലയത്തിലേക്കാണ്. ഈ മുറിവേറ്റ് കിടക്കുന്നവനെ കാണാൻ കഴിയാതെ അവൻ പോകുന്നത് ദൈവാലയത്തിലേക്കാണ്. നമ്മൾ ഒന്നും ഇവിടെ ചിന്തിക്കണം, ദൈവാലയത്തിൽ പോകുന്നത് കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുമോ? നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് മാത്രം ദൈവത്തെ കാണാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. നിസ്സഹായനായ മനുഷ്യന് മുറിവേറ്റ് കിടക്കുന്ന അവന്റെ മുറിവിനെ കാണാതെ, മുറിവിന്റെ ആഴം മനസ്സിലാക്കാതെ, അവന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാതെ, അവന്റെ നൊമ്പരത്തിന്റെ ആഴം മനസ്സിലാക്കാതെ, അവൻ കിടക്കുന്ന അവസ്ഥ പോലും, നിസ്സഹായ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അവൻ ദൈവാലയത്തിലെത്തുമ്പോൾ അവൻ ദൈവത്തെ കണ്ടുമുട്ടുമോ? ദൈവം അങ്ങനെയുള്ളവരെ കാണുമോ? കാണാൻ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയുള്ളവരുടെ ആരാധന ദൈവം കൈക്കൊള്ളുമോ, സ്വീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അടുത്ത മനുഷ്യൻ വന്നു, അവനും വഴിമാറി പോവുകയാണ്. അവന്റെ മുറിവിലേക്കോ അവന്റെ ജീവിതത്തിന്റെ ആഴങ്ങളോ മനസ്സിലാക്കുവാൻ അവനും കഴിയുന്നില്ല. പക്ഷേ ശമരിയക്കാരൻ വരികയാണ്. ശമരിയക്കാരൻ എന്ന് പറയുമ്പോൾ ഏതൊരു യാത്രയ്ക്ക് വേണ്ടി പോകുന്നവനാണ്. പക്ഷെ പോകുന്ന ആ യാത്രക്കിടയിലും അവനത് മാറ്റിവെച്ച് അതിൽ കിടക്കുന്നവന്റെ മുറിവിന്റെ ആഴവും, വേദനയുടെ ആഴവും, നിസ്സഹായതയുടെ ആഴവും, ഇപ്പോൾ അവനൊരു ആശ്രയത്തിന്റെ ആവശ്യമായിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയും ശമരിയക്കാരൻ അവനിലേക്ക് ഇറങ്ങുകയും അവനെ മുറിവിനെ കെട്ടുകയും അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവനെ ചികിത്സിച്ച് അവനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ തഴയപ്പെട്ടവനെ, ഒതുക്കപ്പെട്ടവനെ, മുറിവേറ്റുകൾ ആരും അംഗീകരിക്കാത്തവനെ, ആരും കരുതാത്തവനെ, സൗഖ്യമാക്കാത്തവനെ,
അവന്റെ മുറിവുണക്കി, വേദനയൊപ്പി, കണ്ണുനീരൊപ്പി, അവന്റെ മുറിവുകൾ കെട്ടി ജീവിതത്തിന്റെ പുതിയ തലത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ശമരിയക്കാരന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ സമ്പത്ത് പോലും ചിലവഴിക്കുകയാണ്. സമ്പത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഇനി അധികം ചിലവിട്ടാൽ തിരിച്ചു വരുമ്പോൾ തരാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പോൾ ഈ മുറിവേറ്റ് കിടന്നവനും ജീവിതത്തിൽ ചിന്തിച്ചു, എനിക്ക് ആരും ആശ്രയമില്ലാത്തപ്പോഴും എന്നെ കരുതാൻ ഒരു കരമുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാത്തപ്പോഴും സ്നേഹിക്കുന്ന ഒരു കരമുണ്ട്, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ മുറിവുകൾ കെട്ടാൻ ആരുമില്ലാത്തപ്പോഴും എൻ്റെ മുറിവുകൾ കെട്ടുവാൻ ഒരാളുണ്ട്, എന്നെ സുഖപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരാളുണ്ട്. ആര് തഴഞ്ഞാലും, ആര് ഒറ്റപ്പെടുത്തിയാലും, ആര് തള്ളിക്കളഞ്ഞാലും കൂടെയുള്ളവൻ ശക്തനാണെന്നുള്ളൊരു ഉൾബോധ്യം ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ആ മനുഷ്യനും ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ആട്ടിടയന്മാരും ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന, പലരാലും ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന സ്ഥാനത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അവിടെ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം ഉള്ളതല്ല, സമ്പന്നന്മാർക്ക് മാത്രം ഉള്ളതല്ല, ദൈവത്തെ കാണുന്നുവെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർക്കുള്ളതല്ല. സർവ്വജനത്തിനും, ദരിദ്രനും, വേദനിക്കുന്നവനും, ആലംബഹീനനും എല്ലാവർക്കുമുള്ള സുവിശേഷം. ഈ സുവിശേഷം കാണാത്തവർക്ക് വേണ്ടിയുള്ള സുവിശേഷമാണ്. ഇനിയും ഈ ആഗ്രഹിക്കുന്നവർക്ക് മടങ്ങി വരാനുള്ള സുവിശേഷമാണ്. ഇത് മടങ്ങി വരാൻ ആഗ്രഹിക്കാത്തവർക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരം, കാണാൻ ഇതുവരെ ആഗ്രഹിക്കാത്തവർക്ക് കാണാനുള്ള അവസരം, എല്ലാവർക്കുമുള്ളൊരു സുവിശേഷമാണ്. ഇനിയും ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തി മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. പാപത്തിൽ നിന്ന് എന്നേക്കുമായി വിട പറയാനുള്ള ഒരു സുവിശേഷമാണ്. ജീവിതത്തിൽ കർത്താവിനോടൊപ്പം വന്നെത്താനുള്ള ഒരു സുവിശേഷമാണ്. രോഗികൾക്ക് സൗഖ്യമാകാനുള്ള സുവിശേഷമാണ്. കരുതലില്ലാത്തവർക്ക് കരുതൽ ലഭിക്കുന്ന സുവിശേഷമാണ്. പാപം ചെയ്യുന്നവർക്ക് പാപം നിർത്തലാക്കാനുള്ള ഒരു സുവിശേഷമാണ്. അപ്പൊ ഇത് ഒരു സുവിശേഷമാണ്. ഇതേ ഒരു സുവിശേഷം ആയി നമ്മൾ മാറണം. ഞാനും നിങ്ങളൊക്കെയും ഇതുപോലൊരു സുവിശേഷമായി മാറാൻ കഴിയണം. സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ള, സർവർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷം. നമ്മുടെ ജീവിതമൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാണോ? യേശു കർത്താവിന്റെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷമായി മാറിയെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, ജീവിത തലങ്ങൾ, എത്രയോ പേർ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തെ കെടുത്തുന്നു, പ്രവൃത്തി കൊണ്ട് കെടുത്തുന്നു, സ്വഭാവം കൊണ്ട് കെടുത്തുന്നു. കുടുംബത്തിന്റെ സന്തോഷം കെടുത്തുന്ന ഭാര്യ, കുടുംബത്തിന്റെ സന്തോഷം കെടുത്തുന്ന ഭർത്താവ്, കുടുംബത്തിന്റെ സന്തോഷം കെടുത്തുന്ന മക്കൾ, അയൽക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ. ലോകത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് പലരുടെയും അല്പസന്തോഷങ്ങളെ വിരിയിച്ച് വേഗം കെടുത്തിക്കളയുന്ന സുവിശേഷമാണ്. ഈ ലോകത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അല്പം സന്തോഷം നൽകി വേഗം ആ സന്തോഷം കെടുത്തിക്കളയുന്നതാണ്. പക്ഷേ യേശു കർത്താവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ആശ്വാസം കണ്ടെത്താനും, തെറ്റുകൾ തിരുത്തുവാനും, ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും, എല്ലാവർക്കും ഒരു സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്ന ഒരു സുവിശേഷമാണ്. ഈ സുവിശേഷത്തിലേക്ക് ഇനിയും നമുക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല എങ്കിൽ മടങ്ങി വരാനുള്ളൊരു അവസരം കൂടെയാണ്. ഈ ഒരു സുവിശേഷത്തിന്റെ വാഹകരായി നമ്മൾ ജീവിതത്തിൽ മാറുമ്പോഴാണ് ക്രിസ്തു യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ ജനിക്കാനുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഒരു സമാധാനത്തിന്റെ മുഖം, ഒരു സ്നേഹത്തിന്റെ മുഖം, ഒരു സഹനത്തിന്റെ മുഖം, ഒരു ക്ഷമയുടെ മുഖം, നമ്മെ വീണ്ടും കാരുണ്യത്തോടെ നോക്കുന്ന ഒരു മുഖം, ക്ഷമയോടെ നോക്കുന്ന ഒരു മുഖം, വീണ്ടും വീണ്ടും നമ്മിലേക്ക് ജനിക്കാൻ കൊതിക്കുന്ന ഒരു മുഖം. ഈ ഒരു മുഖമാണ് ഈ ക്രിസ്മസ് നാളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ മുഖത്തെയാണ് നമ്മൾ ആ നിഷ്കളങ്കമായ മുഖം. മാനുഷിക മുഖങ്ങളൊക്കെയും കളങ്കമറ്റതായിരിക്കുമ്പോൾ, അശുദ്ധി നിറഞ്ഞതായിരിക്കുമ്പോൾ, ഈ നിഷ്കളങ്കമായ മുഖം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു മുഖമാണ്. വീണ്ടും വീണ്ടും സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു മുഖമാണ്. ഈ മുഖത്തെ വിട്ടുകളഞ്ഞൊരു യാത്ര നമുക്കില്ല പ്രിയമുള്ളവരെ. ഇതൊരു ദൈവിക സമ്മാനമാണെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹെൻറിയുടെ ഒരു പ്രശസ്ത കഥയാണല്ലോ ദി ഗിഫ്റ്റ് ഓഫ് ദ മാളെ. അപ്പോൾ അവിടെ സ്നേഹനിധികളായ അമേരിക്കൻ ദമ്പതികളായിരുന്നു ഡെല്ലയും ജിമ്മിയും. അവർ സാധുക്കളായിരുന്നു. അപ്പോൾ ഈ ക്രിസ്തുമസ് അടുത്ത സമയത്ത് രണ്ടുപേരും പരസ്പര സമ്മാനങ്ങൾ കൈമാറണമെന്ന ഉത്കടമായ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായി. പക്ഷെ അവർക്ക് പണമില്ല. എന്നാൽ രണ്ടുപേരും ഉള്ളതുകൊണ്ട്, കയ്യിലുള്ളത് കൊണ്ട് ഷോപ്പിങ്ങിന് പോവുകയാണ്. ഡെല്ല തന്റെ മനോഹരമായ മുടി മുണ്ടനം ചെയ്ത് വിറ്റ് ആ ലഭിച്ച പണം കൊണ്ട് ഭർത്താവിന്റെ ഒരു മനോഹരമായ വാച്ചിന് ചെയിനില്ലായിരുന്നു.
ഒരു പ്ലാറ്റിനം ചെയിൻ വാങ്ങി അവൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഭർത്താവ് മറ്റൊരിടത്ത് പോയിരിക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള സ്വർണ്ണ വാച്ച് പിതൃസ്വത്തായി ലഭിച്ചതാണ്. വിൽക്കുകയും ഭാര്യയുടെ മനോഹരമായ മുടിയിൽ അണിയുന്നതിന് രത്നഖചിതമായ ഒരു ജോഡി സ്ലൈഡ് വാങ്ങി ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ഭർത്താവിന്റെ വരവും കാത്ത് പ്ലാറ്റിനം ചെയിനുമായി നിൽക്കുകയാണ് ഡെല്ല. ഭവനത്തിൽ പ്രവേശിച്ച ഭർത്താവ് അത്ഭുതഭ്രാന്തനായി ഭാര്യയെ നോക്കുകയാണ്. തന്റെ കൈവശമുള്ള വിലപിടിപ്പുള്ള സമ്മാനം ഭാര്യയുടെ തലമുടിയിൽ അണിയിക്കുവാൻ ആർത്തിയോടെ വന്ന ഭർത്താവ് കാണുന്നതോ തല മുണ്ടനം ചെയ്ത ഭാര്യയെയും ഭർത്താവിന്റെ വാച്ചിന് കെട്ടുവാൻ പ്ലാറ്റിനം ചെയിനുമായി നിൽക്കുന്ന ഭാര്യ കാണുന്നതോ തന്റെ കയ്യിൽ വാച്ചില്ലാത്ത ഭർത്താവിനെയും. ക്രിസ്തുമസിന്റെ അന്തസത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ഈ സമ്മാനങ്ങൾ കൈമാറുന്നത്, മെച്ചമായത് നൽകുക, അതാണ് ക്രിസ്തുമസിന്റെ ദൂത് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മെച്ചമായ അനുഭവം ഒരുക്കി ഈ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്തുമസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അവിടെ പറയുന്നു, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു ദൂതസംഘം ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്, വെറും എങ്ങനെയെങ്കിലുമുള്ള മനുഷ്യർക്കല്ല, ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം ലഭിക്കുക. അല്ല, ഈ ദൈവപ്രസാദമില്ലാത്ത ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ആർക്കും ഈ സമാധാനം ഒരിക്കലും ലഭിക്കില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവർ കണ്ടും കേട്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവർ ദൈവത്തെ സ്തുതിച്ചു. അവർ കണ്ടു, അവർ കേട്ടു, അവർ പറഞ്ഞു. ഈ ലഭിച്ച സമാധാനത്തിന്റെ സുവിശേഷത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചു. അവരുടെ ഭയമെല്ലാം മാറി, നിരാശയെല്ലാം മാറി, സന്തോഷത്തോടെ അവർ പാർക്കുകയാണ്. ഈ ക്രിസ്തുമസ് നാൾ എന്ന് പറയുന്നത് കുറെ ആർഭാടങ്ങളുടെയും ആഡംബരങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഈ ക്രിസ്തുവുമായി ചേർന്ന് ജീവിക്കേണ്ട ഒരു അനുഭവമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ജനിപ്പിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ വചനത്തിലൂടെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുക. സർവ്വശക്തനായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല ക്രിസ്തുമസ് അനുഭവത്തിനായി നന്ദി. ആ വലിയ ദൂത് ഞങ്ങൾ ഏറ്റെടുത്ത് ഹൃദയത്തിൽ കർത്താവിനെ ജനിപ്പിച്ച് ജീവിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ക്രൂശിന്റെ മറവ് ഞങ്ങളെല്ലാവരും മറച്ചുകൊള്ളും. ദൈവമേ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ, തൃപ്തിപ്പെട്ട് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, ആശ്വാസം നൽകണമേ. എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറച്ച് പരിപാലിക്കും. ഒരു സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെ ഒരു അനുഭവമായിരിക്കട്ടെ അപ്പ. ഒരു പൂർണ്ണ സമർപ്പണത്തിന്റെ നാളുകളായിരിക്കട്ടെ ക്രിസ്മസ് നാളുകൾ. ഞങ്ങൾക്ക് അത് പ്രാർത്ഥനയോട് നിർവഹിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. യേശു മുഖാന്തരം പ്രാർത്ഥനകൾ അനുഗ്രഹിക്കണം ദൈവമുള്ള പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.